ഈ കാണുന്ന പള്ളിയാണ് മദീനയിലെ പ്രസിദ്ധമായ മസ്ജിദുൽ ജുമാ എന്ന് പറയുന്ന പള്ളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആദ്യത്തെ ജുമാ നിസ്കാരവും ആദ്യത്തെ ജുമാ ഖുത്ബയൊക്കെ നടത്തിയ സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള പള്ളിയാണ് ഈ കാണുന്ന പള്ളി. ബനി സാലിം ബിൻ ഔഫ് ഗോത്രക്കാരുടെ താമസസ്ഥലത്താണ് ഈ ഒരു പള്ളി ഉള്ളത്. ഈ പള്ളിക്ക് മറ്റൊരു പേരുണ്ട്, മസ്ജിദുൽ വാദി. അതിൻ്റെ കാരണം ഇതിൻ്റെ മുമ്പിലൂടെ നിങ്ങൾ റോഡ് കാണുന്നില്ലേ, ഈ റോഡ് ഒരു കാലത്ത് ഒരു തോട് പോലെ, ഏകദേശം ഒരു പുഴ പോലെ കൊഴുകിയിരുന്ന വാദി റാനൂന എന്ന് പറയുന്ന ഒരു തോടായിരുന്നു. അതിൻ്റെ തീരത്തുള്ള പള്ളി ആയതുകൊണ്ടാണ് മസ്ജിദുൽ വാദി എന്ന പേര് അതിന് വന്നത്. ബനി സാലിം ബിൻ ഔഫ് ഗോത്രക്കാരുടെ നേതാവും ഈ പള്ളിയിലെ ഇമാമുമായിരുന്ന മഹാനായ അത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഈ വാദിയുടെ ഇപ്പുറത്തായിരുന്നു താമസിച്ചിരുന്നത്. ബദറിലും മുഹദിലും ഖന്തഖിലൊക്കെ പങ്കെടുത്ത ഉന്നതനായ ഒരു സഹാബി എല്ലാ ദിവസവും ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ആ വാദി മുറിച്ച് കടന്ന് അപ്പുറത്ത് പോയിട്ട് അവർക്ക് ഇമാമ് നിൽക്കുമായിരുന്നു അത്രേ. പക്ഷേ ഒരു 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് കാഴ്ചശക്തി വളരെ കുറയുകയും ഈ വീട്ടിൽ നിന്ന് ഈ വാദി മുറിച്ച് കടന്ന് അപ്പുറത്തേക്ക് പോകാൻ പലപ്പോഴും രാത്രിയിലും സുബൈൻ്റെ സമയത്തൊക്കെ മുറിച്ച് കിടക്കാൻ, പ്രത്യേകിച്ച് മഴയുള്ള രാത്രികളിൽ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട സമയത്ത് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി കംപ്ലയിൻറ്റ് പറഞ്ഞു, യാ റസൂലുള്ളാഹി, എനിക്ക് അപ്പുറത്തേക്ക് മുറിച്ച് കിടക്കാൻ ഭയങ്കര പ്രയാസമുണ്ട്, എന്നെ കൂടെ പോരാൻ ആരുമില്ല, അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം, വാദിയുടെ ഇപ്പുറത്ത് എൻ്റെ വീട്ടിലൊന്ന് നിസ്കരിക്കണം.